ഒരു പ്രധാനമന്ത്രി ഭീഷണനായി നോക്കിയിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം. എനിക്ക് മനസ്സിലായി. അതായത് നരസിംഹ റാവു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി കർഷകർ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ വേദനയോട് നോക്കി നിന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നരസിംഹ റാവുവിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അർത്ഥം തെറ്റാണത്. ആ ഈ ബാബരി മസ്ജിദിന് 8 കിലോമീറ്റർ അടുത്ത് ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളം ഉണ്ടായി. മിനിറ്റ് വെച്ച് കർഷകരെ അവസാനിപ്പിച്ച് ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ മാത്രമല്ല, പ്രത്യേകമായി ബാബരി മസ്ജിദ് ഇഷ്യൂ വളർന്നു വന്നപ്പോ, രാമക്ഷേത്രമായിട്ട് വന്നപ്പോ, അവിടെ രാമക്ഷേത്രമായിരുന്നു എന്നും ബാബർ ഉണ്ടാക്കിയ വഴക്കാണെന്നും ഒക്കെ ജനങ്ങളെ മുഴുവൻ മനസ്സിലാക്കി. ആ നിലയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കണം. അത് തകർന്നോട്ടെ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം എല്ലാവരും ചിന്തിച്ചത്. എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? സത്യമല്ലേ അത്? അതുകൊണ്ടാണ് ഇത് തകർന്നത്. പക്ഷെ അവിടെ ഒരു രാമക്ഷേത്രം പണിയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മാന്യത കാണിച്ചു. തൊട്ടടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം മുടക്കി അവിടെ ഒരു മസ്ജിദ് പണിയുകയാണ്. ആ മാന്യതയല്ലേ? എല്ലാ മതവിഭാഗങ്ങളോടും നീതി പുലർത്തണമെന്ന് എന്ന കാഴ്ചപ്പാടോടുകൂടി രാമൻ എന്ന് പറയുന്ന വികാരം, മനുഷ്യ വികാരം ഇന്ത്യയുടെ വികാരമാണ്. ആ വികാരത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് അവിടുത്തെ മുസ്ലിം മത നേതാക്കന്മാരിട്ട് ആലോചിച്ച് അവരെ കൊണ്ട് തന്നെ നിർബന്ധിച്ച് വലിയ പണം മുടക്കി. എന്റെ മതത്തിന് ചെലവെന്നും പറയുന്നില്ല, പല കണക്കുകൾ വന്നു. വലിയ തോതിലൊരു മസ്ജിദ് പണിയുകയാണ് അവിടെ. അപ്പൊ അതുക്കുള്ള മര്യാദ എന്താ കാണിക്കണ്ടേ? ആർക്കും അവിടെ തർക്കമില്ല, എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ ഇവിടെ എന്താ പറയുക? ഇവിടെ കോൺഗ്രസിന്റെ തർക്കം. കോൺഗ്രസിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. കോൺഗ്രസ് തർക്കം എന്താ? കോൺഗ്രസ്സുകാരന്റെ തർക്കം പറയുമ്പോൾ എന്നോട് പിണങ്ങുന്നത് കോൺഗ്രസ് അല്ലേ തകർത്തത്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് തർക്കം ഈ രാമനോട് തന്നെ എത്ര വലിയ വിഷമം? ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം CPM നടത്തി. അതിനായിരുന്നു നമുക്കറിയാം മുസ്ലിം പ്രകടനം ഉദ്ദേശിച്ചത് ആണല്ലോ. അപ്പൊ LDF മുസ്ലിം പീഡനത്തിൽ പോയി മറ്റാളുകളെ ആരും അവർക്ക് വേണ്ട, മുസ്ലിങ്ങൾ മതി. വേറെ ഹിന്ദുവോ ഈഴവനോ നായരോ പട്ടികജാതി ഒന്നും വേണ്ട, ക്രിസ്ത്യാനിയും വേണ്ട. ഞാൻ വിചാരിച്ചു UDF എങ്കിലും മര്യാദക്കിരിക്കുന്നു. ഉടനെ UDF പിറ്റേയാഴ്ച പ്രകടനം, പൊതുസമ്മേളനവും. എന്തിന്? ഐക്യദാർഢ്യം. ആർക്ക്? പലസ്തീന്. ചുമ്മാ വെറുതെ ഇരുന്ന് ഇസ്രായേലിന്റെ മുഖത്ത് പോയി 1300 പേരെ കൊന്നു കഴിഞ്ഞപ്പോ അവര് തിരിച്ചടി കൊടുക്കും. അടി ഒരു കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോഴാ കുറ്റം പറയുന്നത്. എന്താ ന്യായം കുറ്റം പറയാൻ? അങ്ങോട്ട് പോയതല്ലേ, ഇങ്ങോട്ട് വന്നല്ലോ. ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിച്ചതല്ലോ, അങ്ങോട്ട് ആക്രമിച്ചല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന, ഈ രണ്ടുപേരും ഇങ്ങനെ പ്രകടനം നടത്തി കേരളത്തില്, ഇപ്പൊ എന്നാ മിണ്ടാത്തത്? ഇസ്രായേലിന്റെ എന്നാ ആക്രമണം ഇപ്പൊ ഇന്നലെ കണ്ടു, 215 എണ്ണത്തിനെ കൊന്നെന്ന്. എനിക്ക് വലിയ മനപ്രയാസം ഉണ്ട് അത് കാണുമ്പോൾ. കുഞ്ഞുങ്ങളിപ്പോൾ മരിക്കുക. കാരണം ഈ ഹമാസ് ഭീകരവാദികളോട് ഉള്ള സമയത്ത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ സങ്കടം തോന്നുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മരിക്കുന്നല്ലോ, സ്ത്രീകൾ മരിക്കുന്നല്ലോ. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ രണ്ടുപേരും പ്രകടനം നടത്തി, പിന്നെ മിണ്ടുന്നില്ല. തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും ആ പലസ്തീൻ ഐക്യം നടത്താന്ന് കോൺഗ്രസ് നടത്താമായിരുന്നു. എന്തുകൊണ്ട് നിർത്തി? കാരണം ഇത് കള്ളക്കച്ചവടാന്ന് ജനത്തിന് മനസ്സിലായെന്ന് അവർക്കറിയാം. അവർക്ക് മുസ്ലിങ്ങളെ മതി, അല്ല വേറെ ആരെയും വേണ്ട. കോൺഗ്രസും CPM ലൈനിലേക്ക് മുസ്ലിങ്ങളെ മതി എന്ന് പറഞ്ഞു. കാരണം എന്താ? കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം സമുദായം നല്ലൊരു ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട്. അവർ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ്. അവർ മതി. അവരെ കിട്ടിയാൽ പിന്നെ CPM-ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന CPM വോട്ട് കൂടെ കിട്ടിയാൽ ഭരണം നിലനിർത്താമെന്ന് പിണറായിക്ക് അറിയാം. അത് തകർക്കണമെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യണം? കോൺഗ്രസ് എങ്കിലും മര്യാദയ്ക്ക് നിൽക്കണ്ടേ? കോൺഗ്രസ് എങ്കിലും ഇത് തെറ്റാണ് നടപടി എന്ന് പറയണ്ടേ? ശ്രീരാമ ജന്മഭൂമിയുടെ സത്യം അറിയാമെന്ന് കോൺഗ്രസ് എന്തിന് കർഷകരെ അവിടെ പോകാൻ മടിക്കുന്നു? ആ ശിലാന്യാസത്തിന് പോയി ആരെല്ലാം പങ്കെടുത്തു? ഇവിടെ ഇപ്പോ ഞാൻ വളരെ ഒളിച്ചു വെക്കാന്ന് പറയാം. എനിക്ക് സമയം കിട്ടിയാൽ പോകാൻ വേണ്ടി ഇരിക്കുക. എനിക്ക് ക്ഷണം കിട്ടേണ്ട കാര്യമില്ല. ഞാൻ ഭാരതീയനാണെന്ന് പോകുന്നത് നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ എല്ലാവരും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു. ഞാനൊന്ന് തിരുത്തുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരും പ്രവർത്തകരതല്ല. പ്രവർത്തകർ നേതാക്കന്മാരൊപ്പം ഇല്ല. പ്രവർത്തക നേതാക്കന്മാരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ഈ വസ്തുത അറിയാതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. CPM-ന്റെ എത്രയോ പ്രവർത്തകർ പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നേതാക്കന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് പരസ്യമായിട്ട് അവർ അഭിപ്രായം പറയുന്നില്ലെന്നുള്ളൂ. അതുകൊണ്ട് അസ്കറെ CPM-ന്റെ നയമാണെന്ന് പറഞ്ഞു നടക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ കേരളത്തിലല്ലാതെ എവിടെ CPM ഉണ്ട്? ഞാൻ രാഷ്ട്രീയം പറയുന്നത് തെറ്റിദ്ധരിക്കുന്നത്. ഓൾ ഇന്ത്യ ബേസിൽ നോക്കുമ്പോൾ അവർക്ക് വല്ലതുണ്ടോ? ഇന്ത്യ സഖ്യമാ പറയുന്നേ. ഇന്ത്യ സഖ്യത്തിന് എന്ത് മുന്നോട്ട് പോകാൻ പറ്റും? ഇന്ത്യ സഖ്യം കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഇല്ലെന്നായില്ലേ?
കേരളത്തിൽ എന്നല്ല ഓൾ ഇന്ത്യ ലെവലിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലയിൽ ആ സഖ്യം തകർന്നു. ആ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ നിലയ്ക്ക് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഭാരതം, ഇന്ത്യ എന്നല്ല പറയുന്നത്, ഭാരതം എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യം ഭാരതമാണ്. ആ ഭാരത രാജ്യത്ത് മര്യാദയ്ക്ക് എല്ലാവരും പരസ്പര സഹകരണത്തോട് സ്നേഹത്തോട് പോകുന്നതിന് പകരം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ എന്റെ നാട്ടിൽ ഒരു ക്ഷേത്രത്തിന്റെ പരിപാടി പോകും. ഞാൻ ഈ 13-ാം തീയതി ഇവിടെ മങ്കുഴി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അതിന് ഞാൻ ക്രിസ്ത്യാനിയാ, പോയല്ല കുഴപ്പം. ഇവിടെ മുസ്ലിങ്ങളുടെ നബിദിന സമ്മേളനങ്ങൾ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതിന്റെ കുഴപ്പം? അതല്ലേ മതേതരത്വം, അതല്ലേ മനുഷ്യത്വം. മതേതരത്വമല്ല മനുഷ്യത്വം. അതല്ലേ ശരി. പൊതുപ്രവർത്തകർ ആ കാര്യത്തിൽ മാന്യത കാണിക്കട്ടെ. അതിന് ഹിന്ദുവായി പോയി മുസ്ലിമായി പോയി എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്നത് ശരിയാണ്. ആ സ്വഭാവയെ മാറ്റം, മനസ്സ് മാറ്റം. ഒരു കാര്യം കൂടെ പറയാറുണ്ട്. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഞാൻ ഓർത്തു, ഇന്ത്യയില് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ രക്തപ്പുഴ ഒഴുകുള്ള ദൈവം തമ്പുരാനെന്ന് ഞാൻ പേടിച്ചയാളാ. ഞാനൊന്ന് പ്രസ്താവന കൊടുത്തതാ, സമാധാനം പറഞ്ഞുകൊണ്ട്. എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നു പാണക്കാട്ട് തങ്ങൾ, മാന്യനെ മനുഷ്യൻ മരിച്ചുപോയി എങ്കിലും പറയാം, പാണക്കാട്ട് തങ്ങൾ ഒറ്റ ഡിക്ലറേഷനാണ്. ഒരു കാരണവശാലും സംഘർഷം കേരളത്തിൽ പാടില്ല, എല്ലാവരും ആത്മസമരം പാലിക്കണം, രക്തം കൊണ്ട് നേടുന്ന ഇടപാട് മുസ്ലിം സമുദായത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിന്റെ തങ്ങളെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. മതമൊന്നും നോക്കട്ടെ അതിനകത്ത്. ഏത് മതത്തിൽപ്പെട്ടാണ് ആ തങ്ങളെ ബഹുമാനിച്ച മതിയാവും. അങ്ങനെയുള്ള സമൂഹമുണ്ട് മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും നല്ലവരെ, അതെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുള്ള നാടാ കേരളം. അപ്പൊ നമ്മളെ എല്ലാ വർഗീയമായി കരുതണ്ട. ഇപ്പോ മുസ്ലിങ്ങളെ മുഴുവൻ പിണറായി വിജയൻ എടുക്കുന്നു, കോൺഗ്രസും എടുക്കുന്നു. അത് മുഴുവൻ ആരെയാന്ന് ഓർക്കണം. പോപ്പുലർ ഫ്രണ്ടിനെയും SDP എടുക്കുന്നത്. ഇതെങ്ങോട്ടാ പോക്ക്? വലിയ അപകടകരമായ സാഹചര്യം കേരളത്തിൽ താമസിയാതെ ഉണ്ടാകാൻ പോവാണ്. ഞാൻ ഭയത്തോടുകൂടി പറയുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ, ഈ കോൺഗ്രസ്സുകാരനായിരുന്നു ഈ കേരളത്തിൽ രക്തപ്പുഴ ഒഴുകുമായിരുന്നു എന്നതിൽ ആർക്കാ സംശയം? ഇവിടുത്തെ മുസ്ലിം വർഗീയത, മാന്യമായ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ ഉൾപ്പെടെ കൊന്നേനെ. നമുക്കറിയാമല്ലോ, SDP ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഭീകര സംഘടന മുഴുവൻ എത്രണ്ണത്തിന് അറസ്റ്റ് ചെയ്ത് വല കൊണ്ടോ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ.